നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യം. പ്രൈവസി ഏർപ്പാടാക്കിയല്ലോ. താങ്ക്സ്. നാളെ പിറ്റേന്ന് സൂപ്പർ മോഡൽ ആവേണ്ട പെണ്ണല്ലേ നീ? നിന്റെ പ്രൈവസിക്ക് ഞാൻ വില കൽപ്പിച്ചില്ലെങ്കിൽ പിന്നെ അതാരാ ചെയ്യേണ്ടത്? സുമി, രണ്ടു ദിവസമായല്ലോ നീ വിളിച്ചിട്ട്. ഞാൻ ഒരല്പം മുമ്പ് ഓർത്തതേ ഉള്ളൂ. വിളിക്കണമെന്ന് ഞാൻ എന്നും ഓർക്കും, പക്ഷെ ഓരോ തിരക്കിൽ പെട്ടിട്ട്. സാരമില്ല, എന്റെ മോള് സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, അത് മതി. ഇരി എന്തു പറയുന്നു? കോഴിക്കോട്ടുനിന്ന് വന്ന ശേഷം അവന്റെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? ട്രീറ്റ്മെന്റ് പാതി വഴിക്ക് നിർത്തിയിട്ട് വിളിച്ചുകൊണ്ട് വന്നതല്ലേ അച്ഛാ. ഭക്ഷണക്രമവും വ്യായാമവും ഒക്കെ ഇവിടെയും തുടരേണ്ടതാണ്. അതിനെന്താ, നീ ഉണ്ടല്ലോ. അതൊക്കെ നീ നന്നായി നോക്കുമെന്ന് അച്ഛനറിയാം. പക്ഷെ ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ അച്ഛാ, ഗിരിക്കൂടെ തോന്നണ്ടേ? അതെന്താ നീ എങ്ങനെ പറഞ്ഞത്? തിരികെ വീട്ടിൽ വന്നതോടെ ഗിരി പഴയ വഴിക്കാം. കോഴിക്കോട്ടെ ആ നാച്ചുറോപ്പതി സെന്ററിൽ നിന്ന് ഗിരിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമ്പോഴത്തേക്കും എന്റെ മനസ്സിൽ ഒരുപാട് പ്ലാനുകൾ ഉണ്ടായിരുന്നു. ഗിരിയുടെ ഡയറ്റ് ശ്രദ്ധിക്കണം, ഗിരിയെ കൊണ്ട് എക്സസൈസ് ചെയ്യിപ്പിക്കണം, അങ്ങനെ മൊത്തത്തില് ഗിരിയുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നതാ. ഗിരിയെ നീ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ? സ്വന്തം ആരോഗ്യം നോക്കണമെന്ന് അവനെന്താ അറിയില്ലേ? ഈ വീട്ടിലൊരു അന്തരീക്ഷ അച്ഛൻ അറിയാഞ്ഞിട്ടാ. ഗിരിയെ അങ്ങനെ ഒരു ചിട്ടവട്ടത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ വീട്ടിലുള്ള ആരും എന്റെ കൂടെ നിൽക്കുന്നില്ല അച്ഛാ. ഒക്കെ ഗിരിയുടെ നല്ലതിനു വേണ്ടിയല്ലേ, അതവർക്ക് അറിയില്ലേ? സമ്മതിച്ചാ എന്താ കുഴപ്പം? അതാ ഞാൻ പറഞ്ഞത്, അച്ഛൻ ഈ വീട്ടിലെ രീതികളൊന്നും മനസ്സിലാവില്ലാന്ന്. ഞാൻ കഷ്ടപ്പെട്ട് ഗിരിയുടെ ഡയറ്റൊക്കെ ശ്രദ്ധിച്ച് ഓരോന്നുണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ അമ്മയോ നിതീഷോ ആരെങ്കിലും ഒക്കെ ഗിരിയെ പ്രലോഭിപ്പിച്ച് ഇഷ്ടമുള്ളതെല്ലാം കഴിപ്പിക്കും. അതോടെ എന്റെ അധ്വാനം വെറുതെ ആവുകയും ചെയ്യും. അതാ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിലും ഭേദം കോഴിക്കോട്ടെ ആ പ്രകൃതി ചികിത്സാ കേന്ദ്രം തന്നെ ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകാലം ഗിരി ഒരു ഇത്തിരി കഷ്ടപ്പെടേണ്ടി വന്നിരുന്നാലും ആരോഗ്യം നന്നായിരുന്നേനെ. മോളെ, എന്നെ നമ്മുടെ ജോസഫ് വിളിച്ചോണ്ടിരിക്കുക. ഇത് അച്ഛന്റെ കൂടെ ഗവൺമെന്റ് പ്രസ്സിൽ ജോലി ചെയ്തിരുന്ന ജോസഫ് അങ്കിളോ? അതെ, കുറച്ചു നേരമായി വിളിക്കുന്നു. ഞാനേ ആ കോളൊന്ന് എടുത്തിട്ട് മോളെ തിരിച്ചു വിളിക്കാം. ശരി അച്ഛൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്റെ കാര്യത്തിൽ ഭാമയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കടുംപിടുത്തം ഉണ്ടാകണമെങ്കിൽ അത്രയ്ക്ക് പകയുണ്ടാവണ എന്തെങ്കിലും ഒരു തെറ്റ് നിന്റെ കയ്യിൽ നിന്ന് സംഭവിച്ചിരിക്കണം. ഭാമയുടെ പെങ്കൊച്ച് തളർന്നു കിടക്കുക. നല്ല പ്രായത്തിലുണ്ടായ എന്തോ അപകടം. സത്യം പറ, നിന്റെ ഭാഗത്തുനിന്നുണ്ടായ എന്തെങ്കിലും കൊസറാക്കൊള്ളി കൊണ്ടാണോടാ ഈ അബദ്ധമുണ്ടായത്? പറയണം. എന്റെ അനിയത്തിയോടോ അത്? സത്യഭാമയുടെ മോൻ വിഷ്ണു. സത്യാമ്മയുടെ മകനോ? നമ്മുടെ കൂടെ ചുവടെടുക്കാനോ? സോറി.
കുറച്ചു കാലമെങ്കിലും എന്റെ കുടുംബം പറ്റിയത് അച്ചായന്റെ പടം. അച്ചായനെ ഞാൻ കൈവയ്ക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ എന്റെ അനിയത്തെ പറ്റി പറഞ്ഞപ്പോ ഒരു നിമിഷം എന്റെ നിയന്ത്രണം വിട്ടുപോയതാ. അച്ചായൻ പറഞ്ഞു ശരിയാ. എന്റെ ഭാഗത്തുനിന്ന് സത്യാമ്മയ്ക്ക് പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അവരുടെ ഗർഭപാത്രത്തിൽ ഞാൻ ജനിച്ചു എന്നുള്ളത്. അവരുടെ മകൻ ഭാര്യയെ ചേർത്ത് പിടിച്ച് തന്റെ ഇടത്തോടെ തലയെടുപ്പോടെ അവളെ പോറ്റുന്നു എന്നുള്ളത്. എടാ മോനെ, വേണ്ട അച്ഛാ. ഇനി നിങ്ങൾ പറഞ്ഞാലും ഈ മില്ലിലെ ജോലി എനിക്ക് വേണ്ട. പക്ഷെ മറ്റൊരു ജോലി ഇത് കുടുംബം പോറ്റുന്നത് നിങ്ങൾ എല്ലാവരും ഞാൻ കാണിച്ചു തരും. എന്താ സാർ? മൂട്ടയുടെ ജന്മ ജയരാമതി. പാവങ്ങളുടെ കണ്ണീരും ചോരയും കാണുമ്പോ സന്തോഷിക്കുന്ന വികൃത മനസ്സിന്റെ ഉടമ. നമുക്ക് പുറത്തു വെച്ചൊന്ന് കാണേണ്ടി വരും. കേട്ടോടാ ജയരാമേട്ട. അവൻ സത്യഭാമയുടെ മകനാന്ന് പറഞ്ഞ ഉള്ളതാണോ? ആ തന്റെ ഇടവും തലയെടുപ്പും കണ്ടാ മനസ്സിലാവില്ലേടാ. ആൺകുട്ടി അവൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാറെന്തൊക്കെയാ പറയുന്നേ? ശാരദാമേ, നിങ്ങളുടെ മോളുടെ അസുഖം വേറെയാ. മലയാളത്തിലും ഇംഗ്ലീഷിനും അതിനൊരു പേരുണ്ട്. പക്ഷേ പറയാൻ അറയ്ക്കും. നിങ്ങൾ ഉദ്ദേശിച്ച അസുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അങ്ങനെയെങ്കിലും കൂട്ടിക്കോ. അതെ, നിങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടാത്തോണ്ടല്ലേ? ഇവര് നിൽക്കുമ്പോ ഞാൻ വീണ്ടും ചോദിക്കുക, ഒരു ഭാര്യയ്ക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ ഒരു ഭർത്താവ് എന്ന നിലയില് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഒരു കൗതുകത്തിന്റെ പേരിലെങ്കിലും? സമ്മതിച്ചു, അമ്മയ്ക്കും അമ്മാവനും ഉള്ള കടം കൊടുത്ത് വീട്ടിട്ട് മതി ഭാര്യ ഭർത്താക്കന്മാരായുള്ള ജീവിതം എന്ന് പറഞ്ഞത് ഞാൻ തന്നെയാ. ഇപ്പൊ ആ കടം വീട്ടി അമ്മയും അമ്മാവന് തക്കലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ആ വീട്ടില് എന്നെയും കൂട്ടി സന്തോഷമായിട്ട് ജീവിക്കുന്നതിന് പകരം നിങ്ങൾ ചെയ്തത് ഉടനെ താക്കോലും കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങുക. സന്തോഷമായിട്ട് ജീവിക്കാൻ ഇവിടെയും പറ്റും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ അസുഖം ഇടയ്ക്ക് വല്ലപ്പോഴും ഇവിടെ വന്ന് തല കാട്ടിയ അതിന്റെ ടെൻഷനും ജോലിയുടെ പ്രശ്നവും വെറുതെ ഒന്നും അല്ല നിങ്ങൾ ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ചു പോയത്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ, എന്നോട് പിണങ്ങാൻ ഒരു കാരണം നോക്കിയിരിക്കുമായിരുന്നു നിങ്ങള്. എന്റെ മുൻപിൽ വരാൻ, ഒരുമിച്ചൊരു ബെഡിൽ ഉറങ്ങാൻ നിങ്ങൾക്ക് പേടിയുണ്ട്. കാരണം എന്താണെന്നറിയോ? ഇയാൾ ഒരാണല്ല. പ്രേമിക്കാൻ മാത്രമേ നിങ്ങളെ കൊണ്ട് കൊള്ളൂ. ഒരു പെണ്ണിന് മുമ്പിൽ ഒറ്റയ്ക്കൊരു നേരം. അയ്യോ, മോളെ, സാറ് എന്താണ് ഇത്? ഇറങ്ങിക്കോ എന്റെ വീട്ടിൽ നിന്ന്.
എനിക്ക് വേണ്ടെങ്കിൽ ഒരു ഭർത്താവിനെ. ഇറങ്ങടോ. സാറേ സാറ് അടിച്ചു ജയിക്കാൻ അറിയാഞ്ഞിട്ടോ ആണല്ലാഞ്ഞിട്ടോ അല്ല കേട്ടോ. ഞാനത് കൈവച്ചു. ഇപ്പോഴത്തെ അടിക്ക് പകരമായിട്ടെ ഇവളോട് ഈ താലിയൊക്കെ പറഞ്ഞേക്ക് ചാരുതാമേ. സാറേ 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 പോവില്ലേ സാറേ. സാറേ ഒന്ന് നിൽക്ക്. സാറേ സാറേ നിൽക്ക് സാറേ. അമ്മ പറയുന്ന ഒന്ന് കേൾക്കും. അമ്മ തേങ്ങ കൊല. എന്റെ അമ്മ പെരുവഴിയിലാക്കിയോളാ ഇപ്പൊ എന്റെ കരണത്തടിച്ചേ. ഇനി അവക്ക് വേണ്ടി ആരെങ്കിലും എന്റെ അടുത്തൊരു അക്ഷരം മിണ്ടിയ ഇതിന് ചാടുതാമേ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്കറിയത്തില്ല. ആകെ പിടിവിട്ട് നിൽക്കുവാ ഞാൻ. ഓപ്പ് സാറേ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി ആകെയുള്ളൊരാഗ്രഹം പേരക്കുട്ടികളെ ലാളിച്ചും കളിപ്പിച്ചിരിക്കാന്നുള്ളതാണ്. അതിനി എപ്പോഴാന്നറിയില്ല. താൻ കിടന്ന് തിരക്ക് കൂട്ടാതല്ലോ. ഒക്കെ സമയമാകുമ്പോൾ നടക്കും. അർച്ചനയുടെ ഫാമിലി എങ്ങനെ? തന്നെ പോലെ ബിസിനസ്സാണോ? ഒരു സ്കൂൾ മാഷിന്റെ മോളാ. വലിയ പ്രാരാബ്ദത്തിൽ വളർന്ന കുട്ടിയാ. എന്നാലും നല്ല ടാലന്റഡാ. മൂത്ത മരുമകൾ കണ്ടുപിടിച്ചതാ. ജീവിതത്തിൽ ക്രൈസിസ് ഉള്ളവർക്ക് ജീവിതം മധുരമായി തോന്നൂ. എന്തായാലും സ്വന്തം അച്ഛനെ പോലെ തന്റെ പുറകെ നടന്ന് ശുശ്രൂഷിക്കാൻ തനിക്കൊരു മകളെ കിട്ടിയല്ലോ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അത്രയും ആളുകൾ അവിടെ ഉണ്ടായിരുന്നിട്ടും തന്റെ കൂടെ വന്നതാരാ? അർച്ചന. ഷീസ് എ ഗുഡ് ആൻഡ് വെരി റെസ്പോൺസിബിൾ ഗേൾ. അയ്യോ, നീ ഇങ്ങനെ വിശേഷം ചോദിച്ചോണ്ടിരുന്ന എങ്ങനെയാ? അച്ഛൻ ഡോക്ടറെ അടുത്തിരിക്കല്ലേ, ഞങ്ങൾ അങ്ങോട്ടല്ലേ വരുന്നേ. ഓക്കെ എന്നാ. അർച്ചന, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ആഴ്ച വന്നു പോയതല്ലേ ഉള്ളൂ, കുറവില്ലേ? എനിക്ക് അസുഖം മാറി ഡോക്ടർ. അച്ഛനെ കാണിക്കാൻ വേണ്ടി വന്നതാ. അച്ഛൻ സ്കൂൾ മാഷല്ലേ? മാഷിന് എന്തു പറ്റി? എന്റെ അച്ഛനല്ല, ഹസ്ബൻഡ് അച്ഛൻ. ഇവിടുന്ന് ഹാർട്ട് സർജറി ഒക്കെ നടത്തിയത്. ഇന്ന് ചെക്കപ്പിന് വേണ്ടി അനന്തകൃഷ്ണൻ ഡോക്ടറെ കാണാൻ വന്നതാ. ഹസ്ബൻഡ് കൂടെ വന്നിട്ടുണ്ടോ? അയ്യോ ഇല്ല ഡോക്ടർ, കമ്പനിയില് എന്തൊക്കെയോ തിരക്കുകളുണ്ട്. അന്ന് തന്നെ കണ്ടിട്ട് കൂടുതൽ സംസാരിക്കാനോ വിശേഷങ്ങൾ തിരക്കാനോ കഴിഞ്ഞില്ല. അതുമല്ല, തന്റെ ഹസ്ബൻഡിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതിനെന്താ ഡോക്ടർ, ഞാൻ ഒരു ദിവസം കൂട്ടിക്കൊണ്ടുവരാം. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 4 മാസം കഴിഞ്ഞു ഡോക്ടർ. കല്യാണം എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അതുമല്ല, അപ്പോഴത്തെ എന്റെ അവസ്ഥ ഡോക്ടർക്കും അറിയാലോ. ഹോസ്പിറ്റലിൽ നിന്ന് സ്കാനിങ് കഴിഞ്ഞ് പോയതിന്റെ പിറ്റേ ആഴ്ച കല്യാണമായിരുന്നു. ആഹാ, കല്യാണം എന്നൊക്കെ പറയുമ്പോ അങ്ങനെയാ. അതൊക്കെ അതിൻ്റെതായ സമയത്ത് നടക്കും. ആട്ടെ, എങ്ങനെ പോകുന്നു ഫാമിലി ലൈഫ്? ഹാപ്പി ആയിട്ട് പോകുന്നു. അന്നത്തെ പോലെ ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ട് അർച്ചനയ്ക്ക് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. ഇടയ്ക്ക് വയറ്റിലൊരു വേദന വരും, ഒരുതരം കൊളുത്തി പിടിക്കുന്ന പോലെ. 1 സെക്കൻഡേ കാണൂ, പക്ഷെ അത് ഇത്തിരി കടുത്ത വേദനയാണെന്ന് മാത്രം. അത് ഇനിയും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെക്കപ്പ് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ ഒരു സ്കാനും ചെയ്യാം. ഇപ്പഴാ ഓർത്തത് ഡോക്ടർ. എന്റെ കല്യാണത്തിന് ഒരാഴ്ച മുമ്പേ ഞാനൊരു സ്കാനിങ് ചെയ്തിരുന്നല്ലോ. അതിന്റെ റിസൾട്ട് എനിക്കിതുവരെ കിട്ടിയില്ല. റിസൾട്ട് എല്ലാം ഞാൻ അപ്പൊ തന്നെ കൊടുത്തല്ലോ, കിട്ടിയില്ലേ? ഇല്ല ഡോക്ടർ, അന്ന് കുഴപ്പമൊന്നുമില്ലെന്ന് അച്ഛനോട് പറഞ്ഞതേ ഉള്ളൂ. റിപ്പോർട്ട് കൊടുത്തില്ല. അച്ഛനത് പിന്നീട് ചോദിച്ചു വാങ്ങാന്ന് പറഞ്ഞിരുന്നു. തിരക്ക് കാരണം വരാൻ പറ്റിയില്ല. സാരമില്ല ഡോക്ടർ, എടുത്തു വെച്ചിരുന്നാ മതി. ഞാൻ ഇനി വരുമ്പോ വാങ്ങിച്ചോളാം. അത് കയ്യിൽ തന്നൂന്നാ എന്റെ ഓർമ്മ. ശരി, ഞാൻ എന്തായാലും നോക്കാം. സാരമില്ല ഡോക്ടർ, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. അച്ഛൻ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ.
അന്ന് റിപ്പോർട്ട് എന്റെ കയ്യിൽ നിന്നും അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞു അവന്തികയാണല്ലോ വാങ്ങിയത്. അത് പിന്നെ എന്താ കൊടുക്കാതിരുന്നേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ. പണിക്കർ സന്തോഷത്തിലാണെന്ന് അറിയാം. കൊച്ചുമകളെ രണ്ടാമതും ജീവനോടെ തിരിച്ചു കിട്ടിയിരിക്കല്ലേ. നിന്റെ ചോരക്കൊതി ഇതുവരെ തീർന്നില്ലേ? നീ ആരടി? പറയാനും പ്രവർത്തിക്കാനും ചങ്കൂറ്റമുണ്ടെങ്കിൽ നേർക്ക് നേരെ വാ. കണക്കുകൾ നേരിട്ട് തീർക്കാം. സട കൊഴിഞ്ഞിട്ടും മംഗലശ്ശേരി ഗംഗാധര പണിക്കരുടെ വീര്യം കുറഞ്ഞു പോയിട്ടില്ല. എനിക്കിതാ വേണ്ടത്. ശത്രു ബലഹീനനായാൽ എതിരിടാൻ ഒരു ത്രില്ലും ഉണ്ടാവില്ല. നീ എങ്ങനെയാണ് എനിക്കെതിരാളിയാകുന്നത്? സ്വന്തം പേര് പോലും പറയാൻ ധൈര്യമില്ലാത്തോടും. അനുഭവങ്ങൾ കൊണ്ടൊന്നും നിങ്ങൾ പഠിച്ചില്ലേ? എന്റെ കുടുംബം നശിപ്പിക്കാൻ നീ എന്ത് ചെയ്താലും അത് നടക്കാൻ പോകുന്നില്ലടി. കാരണം ദൈവം എനിക്ക് കൂട്ടായിട്ടുണ്ട്. 2 തവണയാ നീ എന്റെ കുട്ടിയുടെ ജീവനെടുക്കാൻ ശ്രമിച്ചത്. മാരക വിഷം നീ കുത്തിവയ്പ്പിച്ചിട്ടും ദൈവം എന്നെ കൈവിടിഞ്ഞില്ല. നീ ചെയ്തു കൂട്ടിയതിന്റെയൊക്കെ തിരിച്ചടി നിനക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. അതിന് കാലതാമസമൊന്നും ഉണ്ടാവില്ല. പണിക്കരുടെ ആത്മവിശ്വാസം കൊള്ളാം. അല്ല, ആരാ പറഞ്ഞത് നിങ്ങളുടെ കൊച്ചുമകള് തിരിച്ചു വന്നെന്ന്? കൊച്ചുമകൻ താങ്ങിയെടുത്ത് റൂമിൽ കൊണ്ടുപോയി കിടത്തിയത് ഉടലിന്റെ നേർപാതിക്ക് മരിച്ചുപോയ കൊച്ചുമോളെയാണെന്ന കാര്യം നിങ്ങളോടാരും പറഞ്ഞു കാണില്ല. നിങ്ങളുടെ സന്തോഷത്തിനായുസില്ല പണിക്കരെ. കൊച്ചുമോനും മരുമകനും നിങ്ങളോട് പറയാത്തതാ. അവളുടെ അരയ്ക്ക് കീഴ്പോട്ട് പൂർണ്ണമായും തളർന്നുപോയി. ഇനിയുള്ള കാലം മുഴുവനും അവൾ കട്ടിലിൽ തളർന്നു കിടക്കും. നിങ്ങളത് കണ്ട് കരയും. കൊന്നുകളയാമായിരുന്നില്ലേന്ന് എന്നോട് ചോദിക്ക് പണിക്കരെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന പെണ്ണവള്. നിങ്ങൾക്ക് ചേച്ചി പ്രാണനായിരിക്കും, പക്ഷെ ചേച്ചി എനിക്ക് എന്റെ ദൈവം. ആരൂരില്ലാത്ത എന്നെ സ്വന്തം കൂടപ്പിറപ്പായി കണ്ട് കൈ പിടിച്ചു കൊണ്ടുവന്ന ചേച്ചിയുടെ കിടപ്പ് കണ്ട എനിക്ക് സഹിക്കുന്നില്ല. നീയായിട്ട് തന്നെ ആ സത്യം സ്വാതിയുടെ കാതുകളിൽ എത്തിച്ചു കൊടുക്കും. ഇവിടെ ഉള്ളവരുടെ ഓരോരുത്തരുടെയും മുഖം കണ്ടാൽ മതി അവൾ സത്യം മനസ്സിലാക്കാൻ. ഇപ്പൊ തന്നെ 100 കൂട്ടം ചോദ്യങ്ങളാ. ഹോസ്പിറ്റലിൽ വെച്ച് എന്നോട് അവള് ചോദിച്ചതേ അവള് പാരലൈസ്ഡ് ആയോന്നാ. ആരെങ്കിലും അവളുടെ മുന്നിലൊന്ന് കരഞ്ഞാ മതി അവളുടെ മനസ്സിലെ സംശയം ബലപ്പെടാൻ. എന്നോട് അവള് ചോദിച്ച ചോദ്യം നിന്നോട് ചോദിച്ച പിടിച്ചു നിൽക്കാൻ പറ്റുമോ നിനക്ക്? പൊട്ടിക്കരഞ്ഞോണ്ട് നിനക്ക് എല്ലാം പറയേണ്ടി വരും. ലക്ഷ്മി, അവൾക്ക് വേണ്ടി നീ നിന്റെ മനസ്സൊന്ന് നിയന്ത്രിച്ച് നിർത്ത്.
ഇപ്പൊ ആകെയുള്ള ആശ്വാസം നീ മാത്രമാ. എന്നെ നീ തകർത്ത് കളയരുത്. അപേക്ഷ. അയ്യോ അരുത്. പിന്നെ എന്താ ഞാൻ ചെയ്യട്ടെ? നീ ഉടനെ ഒന്ന് സ്വാതിയുടെ മുന്നിലേക്ക് പോരുത്. വാ ഇങ്ങോട്ട്. കൊച്ചുമകൻ താങ്ങിയെടുത്ത് റൂമിൽ കൊണ്ടുപോയി കിടത്തിയത് ഉടലിന്റെ നേർപാതിക്ക് മരിച്ചുപോയ കൊച്ചുമോളെയാണെന്ന കാര്യം നിങ്ങളോടാരും പറഞ്ഞു കാണില്ല. കൊച്ചുമോനും മരുമകനും നിങ്ങളോട് പറയാത്തതാ അവളുടെ അരയ്ക്ക് കീഴ്പോട്ട് പൂർണ്ണമായും തളർന്നുപോയി. മുത്തച്ഛന് ഇതെന്താ പറ്റിയത്? കണ്ണ് നിറഞ്ഞിരിക്കുന്നല്ലോ. എന്താ മുത്തച്ഛ? സങ്കടപ്പെടാനും മാത്രം എന്താ ഉള്ളത്? സ്വാതി ഓക്കെ തിരിച്ചു വന്നില്ലേ? ഇനി കുറച്ച് ട്രീറ്റ്മെന്റ്, അത് കഴിഞ്ഞ അവക്ക് എന്താ പ്രശ്നം? ഒന്നുമില്ല അല്ലേ? ഇനിയും എന്തെങ്കിലും സംഭവിച്ചു പോകുന്നുള്ള പേടിയാണോ മുത്തച്ഛന്? ഇനി എന്ത് സംഭവിക്കാനാ മോനെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത്രയും നേരം ഞാൻ സാറ് വരുന്നതും കാത്തിരിക്കുകയായിരുന്നു. കുറെ തവണ സാറിന് ഫോണിൽ വിളിച്ചു. സാറിന് അപകടം പറ്റിയെന്ന് മണിക്കുട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഈ കടലാസിൽ എന്താ സാർ ഉള്ളത്? ഒന്ന് വേഗം പറയൂ സാർ. പാർവതി സംശയിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അരവിന്ദ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താണെന്ന് വെച്ചാ ഒന്ന് തെളിച്ചു പറയേ. പറയാം. പോലീസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ആ പൂക്കൾ എന്നെ ഏൽപ്പിച്ചത് പാർവതിയാണ്. ആ പൂക്കളിൽ വിഷം സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവളുടെ സംശയം. അതുകൊണ്ടാണ് ഞാൻ ഫോറൻസിക് ലാബിലേക്ക് അത് അയച്ചത്. ഫലം പോസിറ്റീവാണ്. ഈ പൂക്കളുടെ ഗന്ധം മരണത്തിന്റെ ഗന്ധമാണെന്ന് അനുഭവം ഉണ്ടായ ആള് പറഞ്ഞെന്നു. എന്നുവെച്ചാ ഈ പൂ മണപ്പിച്ചിട്ട് ഇത് ആ ജാസ്മിൻ കൊണ്ടുവച്ച ബൊക്കകളല്ലേ? അതിന്റെ കുശുമ്പാ നിനക്ക്? കുശുമ്പൊന്നും അല്ല, അവൾ കൊണ്ടുവച്ചതല്ലേ. അവളുടെ മനസ്സിൽ എന്താന്ന് എങ്ങനെ അറിയാം? മനസ്സിലാവുന്നില്ല, ഒന്ന് തെളിച്ചു പറയൂ. ആ പൂക്കളിൽ ഒരു കെമിക്കൽ സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ലോ പോയിസണായി വർക്ക് ചെയ്യുന്ന ഒരുതരം കെമിക്കൽ. ആ പൂക്കൾ ശ്വസിക്കുന്നയാൾ പതിയെ പതിയെ മരിക്കും.
ദിവസങ്ങൾക്കുള്ളിൽ അയാളുടെ ശ്വാസം പൂർണ്ണമായി നിലയ്ക്കും. അത് ശരി. അപ്പോ പ്രതാപൻ എസ്കേപ്പ് ആയത് ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ്. ആരെ കൊല്ലാനായിരിക്കും അവൻ പൂക്കളിൽ വിഷം പുരട്ടിയത്? ഇനിയും എന്നെയോ മറ്റോ? തീർന്നു, നമ്മൾ തീർന്നു. ഇനി ജയിലിൽ കിടക്കാം. ഇത്രയും കണ്ണിങ്ങായി എല്ലാം പ്ലാൻ ചെയ്തിട്ട് അവസാന നിമിഷം പൊളിഞ്ഞു പോയല്ലോ ജാസ്മിൻ. മോനെ ഗോപി, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? പൂക്കളിൽ ആളെ കൊല്ലുന്ന വിഷം തളിച്ചത് ആരാ? ആരെ കൊല്ലാൻ വേണ്ടിട്ടാ? കുടുംബത്തിലുള്ളവരെ പോലും വിശ്വസിക്കാൻ പാടില്ല എന്നാണോ ഇതിന്റെയൊക്കെ അർത്ഥം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ എനിക്കെല്ലാം മനസ്സിലായി. ജാസ്മിനും ജാസ്മിന്റെ ഏട്ടനും കൂടി കൊണ്ടുവെക്കുന്ന പൂക്കളിൽ വിഷമുണ്ടെന്ന് പാർവതി എത്ര തവണ പറഞ്ഞതാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിശാൽ സാറിനെ അപകടപ്പെടുത്തുന്ന ജാസ്മിന്റെ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. എന്നെയും ജാസ്മിനെയും കഴിവേറ്റാൻ അളിയനും പാർവതിയും ചേർന്ന് കൊണ്ടുപിടിച്ച ശ്രമം നടത്തുകയാണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും മനസ്സിലാവും. അളിയന്റെ കയ്യിലുള്ള റിപ്പോർട്ട് ഫേക്ക് ആണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അത് ഫേക്ക് ആണെന്ന് തെളിയിക്കാൻ എന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ലല്ലോ. അതുപോലെ പൂക്കളിൽ വിഷം സ്പ്രേ ചെയ്തത് ഞാനും ജാസ്മിനും ആണെന്ന് തെളിയിക്കാനുള്ള തെളിവുകൾ അളിയന്റെ കയ്യിലും ഇല്ല. പാർവതിയുടെ മൊഴി മാത്രമാണ് ഞങ്ങൾക്കെതിരെയുള്ള ഒരേ ഒരു തെളിവ്. അത് കോടതിയിൽ നിലനിൽക്കില്ലെന്ന് ഒരു സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അരവിന്ദൻ സാറേ, ഇത് പാർവതിയും സാറും ചേർന്ന് നടത്തുന്ന കള്ളക്കളികളാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. പാർവതി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഗാർഹിക പീഡനം ചുമത്തി എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് സാറ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. സാർ അതൊന്നും മറന്നിട്ടില്ലല്ലോ. പാർവതിക്ക് വേണ്ടി സാർ എന്തും ചെയ്യുമെന്ന് അന്നേ എനിക്ക് മനസ്സിലായതാ. പൂക്കളിൽ വിഷം സ്പ്രേ ചെയ്ത് ഒരാളെ കൊല്ലാൻ കഴിയുമെങ്കിൽ ലോകത്തുള്ള വാടക കൊലാളികളെല്ലാം അത് പരീക്ഷിക്കില്ലേ? പണി എളുപ്പമല്ലേ സാറേ? ഓരോ ഉടായ്പായി വന്നോളും. അല്ല സാർ ഇത്രയും തരം താഴരുത്. മുഹൂർത്തം കഴിയാറായി. ദയവ് ചെയ്ത് സാർ ഇവിടെ നിന്ന് പോയി തരണം. പൂക്കളിൽ വിഷം തെളിച്ച് ഒരാളെ കൊല്ലാനൊക്കെ കഴിയും. അരവിന്ദൻ സാറിന്റെ അനിയത്തെ കൊന്നത് അങ്ങനെയല്ലേ?
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ തറവാടിന്റെ എനിക്കിവിടെ ഒരു ജീവിതമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താണോ ഇത്? മത്സരത്തിൽ ജയിച്ചിട്ടും തനിക്ക് ടെൻഷനാണോ? ടെൻഷൻ എങ്ങനെ ഇല്ലാതിരിക്കും സർ? ഇത് കറിക്കൂട്ട് മത്സര. പാചകം എനിക്ക് കുറെ അറിയാവുന്നതുവാ. അടുത്ത മത്സരം അതല്ലല്ലോ. അടുത്തത് ജനറൽ നോളജ് മത്സരമല്ലേ? എനിക്ക് എന്ത് ജനറൽ നോളജാ? ഞാൻ തോറ്റുപോകും സാറേ. എന്റെ ശ്യാമേ, അങ്ങനൊന്നും പറയാതെ. മുൻവിധികളൊന്നും വേണ്ട സാറേ. ഈ പൊതുവിജ്ഞാനൊന്നും എനിക്കറിയില്ല. തനിക്ക് പുരാണ കഥകളൊക്കെ ഏറെക്കുറെ അറിയില്ലേ? അത് പിന്നെ വായിച്ചു പഠിച്ചത് മാത്രമല്ലല്ലോ, അച്ഛൻ കുറെ കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും പോരല്ലോ.
ഈ പൊതുവായ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ആ, ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം. എനിക്കറിയാവുന്ന പരീക്ഷിക്കാലോ. എന്റെ സാറേ, എനിക്കൊന്നും അറിയില്ല. അങ്ങനെ പറയാതരോ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് താൻ ആൻസർ പറയുമെന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. സാർ ചോദിക്കും. എന്ത് ചോദിക്കും? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ? ഇതെല്ലാവർക്കും അറിയാവുന്നല്ലേ സാർ, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. ഉത്തരം ശരിയാ. അടുത്ത ചോദ്യം, കേരള മുഖ്യമന്ത്രി? സാറേ, ഇതും എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, അത് ശ്രീ പിണറായി വിജയൻ. ഉത്തരം ശരിയാണ്. എല്ലാം ശരിയാണല്ലോ. എന്നാ അടുത്ത ചോദ്യം, ക്രിക്കറ്റ് മത്സരത്തിലെ ഇന്ത്യ എത്ര പ്രാവശ്യം ലോകകപ്പ് നേടിയിട്ടുണ്ട്? സാറേ, ഒരു ക്ലൂ തരാവോ? ഈ മത്സരത്തിന് ക്ലൂ ഒന്നുമില്ല, അല്ലാതെ പറഞ്ഞാ മതി. എത്ര പ്രാവശ്യം നേടിയിട്ടുണ്ട്? പിന്നെ 7 പ്രാവശ്യം. ഉത്തരം പൊട്ട തെറ്റാ. 2 പ്രാവശ്യമേ ഉള്ളൂ. 2 പ്രാവശ്യോ? ഈ ഉത്തരം തെറ്റി. ഇനി അടുത്ത ചോദ്യം ചോദിക്കാം. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാ? അത് കാട്ടുപോത്ത്. സാർ, ഞാൻ പറഞ്ഞില്ലേ, എനിക്കിതൊന്നും അറിയത്തില്ല എന്റെ സാറേ. എടോ താൻ വിഷമിക്കാതെ, തനിക്ക് എല്ലാം അറിയാൻ പറ്റും. തന്നെ ഞാൻ എല്ലാം പഠിപ്പിച്ചുതരാം. ജനറൽ നോളജ് മത്സരത്തിന് മുമ്പ് ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിപ്പിക്കും. എടോ, താൻ വൃന്ദാവനത്തിലെ ശ്യാമയല്ലടോ. ശ്യാമേ, ഓടരുത്. ഇവിടെ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ, അമ്മ സുഖാണോ മോളെ? ഒറ്റ ദിവസം വിട്ടു നിന്നെങ്കിൽ 1000 വർഷം കഴിഞ്ഞ പോലെ തോന്നുക. അമ്മ ഇരിക്ക. അയ്യോ മോളെ, വേണ്ട, വേണ്ട, ഇരിക്കമ്മ. സത്യം പറഞ്ഞ ഇന്നലെ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. അമ്മ വിഷമിക്കൊന്നും വേണ്ട. അമ്മയ്ക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഒറ്റ വിളി, ഞാനവിടെ എത്തും. എന്തൊറ്റ വിളി? വിളിച്ചിട്ട് അങ്ങോട്ട് വരുത്താനല്ല, പിടിച്ചു വലിച്ച് കൊണ്ടുപോകാനാ ഞാൻ വന്നത്. മോൾ എന്റെ കൂടെ വീട്ടിലേക്ക് വരണം. അയ്യോ അമ്മ, അത് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കാൻ പോവാ. ഓഫീസ് സമയം കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോവാം. അമ്മ, എന്നെ വിഷമിപ്പിക്കല്ലേ. അമ്മയ്ക്ക് എന്നോടുള്ള വാത്സല്യമൊക്കെ എനിക്കറിയാം. എന്നെ എന്തുമാത്രം അമ്മ സ്നേഹിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. എന്റെ സന്തോഷത്തിനായിരുന്നു അമ്മ ശ്രദ്ധിച്ചിരുന്നത്. ഇതൊപ്പം അമ്മ അങ്ങനെ കാണണം. എന്റെ സന്തോഷം ഇത്. അപ്പൊ ആ സന്തോഷത്തിന് വേണ്ടി അമ്മ എന്റെ കൂടെ നിൽക്കണം. അയ്യോ മോളെ, അങ്ങനെ പറയല്ല. ഒരുപാട് ആഗ്രഹിച്ചിട്ട് അമ്മ വന്നത്. ബാലുവിനും വല്ലാത്ത വിഷമമുണ്ട്. ബാലുവിനും വിഷമോ? നന്നായി. ഇന്ന് രാവിലെ തന്നെ എന്നോട് വെറുതെ ഒരു ഉടക്കൊക്കെ ഉണ്ടാക്കിയിട്ടാ പോയത്. ഈശ്വര, ഇവനിതെന്ത് ഭാവിച്ചിട്ടാ? സർ, എന്റെ മദറിനോ സാറിനറിയാലോ. അമ്മ, ചില കാര്യങ്ങൾ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന തരത്തില് എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അമ്മ എന്നോട് ക്ഷമിക്കണം. ഞാനിപ്പോ പുതിയൊരാളാ. ബാലു അപർണയൊക്കെ
എന്റെ നല്ല സുഹൃത്തുക്കളാ. അപർണ, ഈ ഫയൽ ഒന്ന് നോക്കി വെച്ചേക്കെ. സംസാരിച്ച് കഴിഞ്ഞിട്ട് മതി. ശരി സർ. മോളെ, എനിക്കെന്തോ മോളെ ആ സാറിനെ കാണുമ്പോ അത്ര സന്തോഷം തോന്നില്ല. മറക്കാൻ ശ്രമിച്ചാലും പഴയ കാര്യങ്ങൾ ഓർമ്മ വരിക. ഇപ്പാള് നല്ലവനാ അമ്മേ. പഴയതൊന്നും മനസ്സിലില്ല. എന്നോട് മോശമായ രീതിയിൽ സംസാരം പോയിട്ട് ഒരു നോട്ടം പോലും നോക്കില്ല. കിരൺ ഒരു നല്ല ഓഫീസറായിട്ടാ ഞങ്ങള് സ്റ്റാഫിനൊക്കെ ഫീൽ ചെയ്യുന്നേ. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് മാറിപ്പോകുന്നത് ബുദ്ധിമോശാ. അയ്യോ, മോള് മാറണമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്റെ മനസ്സിൽ പഴയ കാര്യങ്ങൾ കിടക്കുക, അത്രേ ഉള്ളൂ. എന്തായാലും മോൾ ഒരാളെ കുറിച്ചൊരു അഭിപ്രായം പറയുമ്പോ അത് കൃത്യമായിരിക്കും. അമ്മ വരുന്നത് ബാലു കണ്ടോ? കണ്ടു. ബാലുവിന് ഞാൻ വന്നത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മായി, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ? ചോദിക്കും. അതെ, ഈ പങ്ക്യാമന്റെ പ്ലാനിങ്ങിനെ പറ്റി അമ്മായിക്ക് എന്താ അഭിപ്രായം? പ്ലാനിങ് എന്ന് പറഞ്ഞാ നീ എന്താ ഉദ്ദേശിക്കുന്നത്? മൊത്തത്തിലുള്ള പ്ലാനിങ്. ഓ, തന്ത്രപരമായ പ്ലാനിങ്. അത് തന്നെ. ഉള്ളത് പറയാമല്ലോ, സമ്പൂർണ്ണ പരാജയമാണ്. ഈ ഒരു പ്ലാനിങ് ഇല്ലായ്മ കൊണ്ട് തന്നെയാണ് അങ്ങേര് ഇതുവരെ ഈ രാഷ്ട്രീയത്തിൽ ശോഭിക്കാത്തത്. അല്ല, രാഷ്ട്രീയത്തിലെ കാര്യമൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഈ കൊട്ടിലപ്പാട്ട് തറവാട്ടിലെ പ്ലാനിങ് എല്ലാം വൻ സക്സസ് ആ പങ്ക്യാമന്റെ. ഓ, നീ പറഞ്ഞു വരുന്നത് അനന്തന്റെ അപ്പുണ്ണിയുടെ അമ്പിളിയുടെ ഒക്കെ കല്യാണം നടത്തിയ കാര്യമല്ലേ? അയ്യോ, അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ. പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലും പങ്ക്യാമന്റെ തന്ത്രങ്ങൾ വിജയകരമാണ്. അതെ, നിങ്ങൾ രണ്ടുപേരും പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്ന് വിശദമാക്കി പറയാവോ? അമ്മായി പേടിക്കണ്ട, പങ്ക്യാമനെ പോലെ ഒരാളെ കിട്ടിയത് അമ്മായിയുടെ ഭാഗ്യ അല്ലേ അമ്മ? അത് തന്നെ. ഈ കുട്ടിലപ്പാട്ട് തറവാട്ടിൽ എങ്ങനെ അതിജീവിക്കണമെന്നും സീതേച്ചിയുടെ സ്നേഹം എങ്ങനെ പിടിച്ചു പറ്റണമെന്നും പങ്ക്യവാന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ സാറാമ്മ സേഫാ. അതെ, എന്നെ ആരും സേഫ് ആക്കണ്ട. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ നന്നായിട്ട് അറിയാം. അത് അമ്മായിയുടെ കോൺഫിഡൻസ്. പക്ഷെ ഇവിടെ പങ്ക്യാമനെ പോലെ ഒരു ചാണക്യന്റെ ഉപദേശം ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല. അത് തന്നെ. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളു. നാളെ നിങ്ങൾ 3 ആവും, ചിലപ്പോ നിങ്ങൾ 4 ആവും. അപ്പൊ പിന്നെ സാറാമ്മയ്ക്ക് ഇപ്പൊ കാണിക്കുന്ന ഈ ധൈര്യം ഒന്നും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഇപ്പഴേ പങ്ക്യമ്മാൻ എന്താണോ പറയുന്നതെന്ന് വെച്ചാൽ അത് കേട്ടങ്ങ് മുന്നോട്ട് ജീവിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. അമ്മായി, പിന്നെ വേറൊരു കാര്യം, നമ്മളൊക്കെ ഇവിടെ വന്നു കയറിയ പെണ്ണുങ്ങളാ. നമ്മളത് ഒറ്റക്കെട്ടായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണം ഇവിടെ നിൽക്കാൻ. അതെ, നമ്മുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിട്ട് ഒരു രഹസ്യ ഗ്രൂപ്പ് ഉണ്ട്. അമ്മായി, ഞാൻ അതിൽ ആടിയട്ടെ? വേണ്ട. നിങ്ങളെ പോലെ ഗ്രൂപ്പ് കളിച്ച് നടക്കാനൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് കിട്ടത്തുമില്ല. അയ്യോ, അതെനിക്കറിയാം. അമ്മായി പാറി പറന്ന് നടക്കുന്ന ഒരു പറവയാന്ന്. എന്നാലും ഞാൻ ചോദിച്ചതേ ഉള്ളൂ. മോളെ, ഏത് വലിയ പറവയാണേലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കൂടണയും. ഇത്താ, കൂടണയാത്ത പറവകൾ കൊണ്ട് കേട്ടോ. അതുണ്ടാവുമായിരിക്കും. പക്ഷെ 8-9 മാസം കഴിയുമ്പോഴും ഇതൊക്കെ തന്നെ പറയണം. അത് ഞാൻ വന്നപ്പോ മുതൽ കാണുന്നതാ. നിങ്ങൾക്ക് എന്താ ഈ 8-9 മാസം കഴിയുമ്പോ ഞാൻ എന്തോ പറയണോ നിങ്ങൾ ഈ പറയുന്നത്? അതൊന്നുമില്ല. അതെ, അമ്മയുടെ എഴുത്തുപരമായിട്ട് നടക്കട്ടെ. നമുക്ക് പോവാം അമ്മ. പോവാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ? എന്താ? മനസ്സിലുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോന്നതാ. ചോദിക്കും മോളെ. അല്ല, സാറാമ്മയ്ക്ക് എന്തെങ്കിലും ഞങ്ങളോട് പറയാൻ വേണ്ടി ബാക്കി വെച്ചിട്ടുണ്ടോ? ഞാൻ എന്ത് പറയണോ നിങ്ങൾ ഈ പറയുന്നേ? അല്ല, എന്തേലും രഹസ്യം പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെമ്പി നിക്കുവാണോ? രഹസ്യമാണെങ്കിൽ അതെങ്ങനെ പരസ്യമാക്കുന്നതിന് ഇത്ത? അപ്പൊ പിന്നെ ഞങ്ങളോടൊന്നും പറയാനില്ലേ? ഇല്ല, ആഗ്രഹം കൊണ്ട് ചോദിക്കുന്നതാ. എന്തേലും ഉണ്ടെങ്കിൽ അങ്ങ് പറ കൊച്ചേ. എന്റെ പൊന്ന്, ഞാൻ ഇവരോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? എനിക്കൊന്നും പറയാനില്ല. സാറാമ്മയുടെ വായിന്ന് കേട്ടാ ഞങ്ങൾക്കൊക്കെ സന്തോഷം. അതുകൊണ്ടാണ് ഈ ഇങ്ങനെ പറഞ്ഞ് ചോദിക്കുന്നത്. എന്റെ വായിന്ന് എന്തോ കേൾക്കണോ നിങ്ങൾ പറഞ്ഞാൽ അത് പറയാം. സന്തോഷമാട്ടെ. അല്ല, എന്തോ പറയാനാ ഞാനത്? ഇപ്പൊ ഒന്നും പറയാനില്ല. ഇല്ല. എന്നാ പിന്നെ നമുക്ക് പോവാൻ കൊച്ചേ. എന്നാ ഞങ്ങള് പോവാണേ. എഴുതിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്.
കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.